ഹമാസിനെ നിരോധിത ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ഇന്ത്യ. 2 ദിവസം മുമ്പാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്തു നൽകിയത്. പാക് അധീന കാശ്മീരിൽ ഹമാസിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന മൊസാദിൻ്റെ കണ്ടെത്തലിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിൻ്റെ അടിയന്തര നയതന്ത്ര നീക്കം. ഇന്ത്യ പാക് അതിർത്തിയിൽ ഹമാസ് ശക്തി പ്രാപിക്കുന്നുവെന്നും ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ഇന്ത്യ പാക് അതിർത്തിയിൽ ഹമാസിന് ഒളിത്താവളം ഒരുക്കുന്നുവെന്നുള്ള വാർത്തകളുമാണ് പ്രധാനമായും മൊസാദ് ഇന്ത്യക്ക് കൈമാറിയത്. മൊസാദ് കണ്ടെത്തിയ ഈ രഹസ്യ വിവരത്തിനൊപ്പമാണ് എത്രയും വേഗം ഇന്ത്യയിൽ ഹമാസിനെ നിരോധിക്കണമെന്നും അല്ലെങ്കിൽ ഹമാസ് പല പേരുകളിൽ പല രീതികളിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേരളമടക്കമുള്ള ഇടങ്ങളിൽ പിടിമുറുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഇന്ത്യക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം ചർച്ച ചെയ്തു എന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസിനെ രാജ്യത്ത് നിരോധിക്കാനും ഹമാസിനെ നിരോധിത ഭീകര സംഘടനയുടെ പട്ടികയിൽപ്പെടുത്താനുമുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യൻ സർക്കാർ എത്തിച്ചേർന്നത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആവശ്യത്തെ ഒരിക്കലും ഇന്ത്യക്ക് നിരാകരിക്കാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുമാത്രവുമല്ല, മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യ പാക് അതിർത്തിയിൽ ഇന്ത്യ വിരുദ്ധ റാലി സംഘടിപ്പിച്ചു പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകളും. കാശ്മീർ സോളിഡാരിറ്റി എന്ന പേരിലായിരുന്നു വലിയ റാലിയും പൊതുസമ്മേളനവും പാക് അധീന കാശ്മീരിൻ്റെ പ്രദേശത്ത് നടത്തിയത്. ഈ പരിപാടിയിലെ മുഖ്യ അതിഥികളായി അന്ന് എത്തിയത് ചില ഹമാസ് നേതാക്കന്മാരായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാശ്മീർ സോളിഡാരിറ്റി പരിപാടിയിൽ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദുമൊക്കെ ഹമാസിൻ്റെ ഭീകരവാദ നേതാക്കളെ കൊണ്ടുവരുന്നത്. ഇത് തന്നെ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായി അന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നിലെ പാകിസ്ഥാൻ ഭീകര സംഘടനയുടെ ലക്ഷ്യമെന്ത്? ഇതിനു മുൻപ് പലതവണ കാശ്മീർ സോളിഡാരിറ്റി സമ്മേളനം ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അന്നൊന്നും തന്നെ ഹമാസിൻ്റെ നേതാക്കന്മാരെ അവിടേക്ക് ക്ഷണിച്ചിരുന്നില്ല. സ്വാഭാവികമായും ഇപ്പോൾ ഹമാസ് നേതാക്കന്മാരെ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ക്ഷണിക്കുന്നതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശമുണ്ടെന്ന് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. വളരെ സൂക്ഷ്മമായി ഈ കാര്യങ്ങൾ ഇന്ത്യയുടെ ഏജൻസികൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിർത്തികളിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശം പിന്നാലെ നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം ഇന്ത്യക്ക് കൈമാറിയത്. ഇന്ത്യയുടെ അതിർത്തികളിൽ വരിക മാത്രമല്ല, ഇന്ത്യയുടെ അതിർത്തികളിൽ തമ്പടിക്കുകയാണ് ഹമാസ്. ഗാസയിൽ ഹമാസിന് നിൽക്കക്കള്ളിയില്ല. ഈജിപ്തിൽ ഹമാസിനെ അടുപ്പിക്കുന്നില്ല. ഇറാനിൽ പോലും ഹമാസിന് വലിയ വേരോട്ടമുണ്ടാക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിലേക്ക് കടന്ന് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനാണ് ഹമാസിൻ്റെ നീക്കമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകിയത്. കാരണം ഹമാസിനെ ആരാധിക്കുന്ന വലിയൊരു വിഭാഗം ഇന്ത്യയിലുണ്ട്, ഇങ്ങ് കൊച്ചു കേരളത്തിലുണ്ട്. എന്തിനേറെ പറയുന്നു, ഹമാസിൻ്റെ നേതാവ് തന്നെ വെർച്വൽ കമ്മ്യൂണിക്കേഷൻ വഴി മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതാണ് ഖാലിദ് മിഷേൽ, പ്രധാനപ്പെട്ട ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ നേതാക്കളിൽ ഒരാൾ. ആ ഖാലിദ് മിഷേലിനെ ഒരു പൊതുസമ്മേളനത്തിൽ അതിഥിയായി വിളിക്കുകയായിരുന്നു കേരളത്തിലെ ഒരു സംഘടന, ഒരു മുസ്ലിം യൂത്ത് സംഘടന. ആ സംഘടനയുടെ പരിപാടിയിൽ നേരിട്ട് വരാൻ കഴിയാത്തത് കൊണ്ട് വീഡിയോ കോൺഫറൻസ് വഴി ആ ഖാലിദ് മിഷേൽ സംസാരിച്ചു. ഖാലിദ് മിഷേൽ ആരാണ്? ലോകം തന്നെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഹമാസിൻ്റെ നേതാക്കന്മാരൊരാൾ. അപ്പോൾ അങ്ങനെയുള്ള ഹമാസിൻ്റെ നേതാക്കന്മാരെ വീരാരാധനയോടെ ആരാധിക്കുന്ന വലിയൊരു വിഭാഗം ഇങ്ങ് കേരളത്തിലുമുണ്ട്, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട് എന്ന് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസിക്കും അറിയാം, ഹമാസിനും അറിയാം. അപ്പോൾ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ബുദ്ധി, അല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളുടെ ബുദ്ധി, ഹമാസിനെ ഇന്ത്യയിലേക്ക് ഒളിച്ചു കടത്തുക. ഹമാസിൻ്റെ ആശയങ്ങൾ മാത്രമല്ല, ഹമാസിൻ്റെ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് ഒളിച്ചു കടത്തുക. ഇന്ത്യയിൽ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് നിരോധനമില്ലാത്തിടത്തോളം കാലം, ഹമാസിനെ ഇന്ത്യ നിരോധിക്കാത്തിടത്തോളം കാലം ഹമാസിൻ്റെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഭീകരന്മാർക്ക് ഇന്ത്യയിൽ ചിലപ്പോൾ വന്നു പോകാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ്
ഇസ്രായേൽ നൽകിയത്. നിങ്ങൾ എത്രയും വേഗം ഹമാസിനെ ആഗോള ഭീകരന്മാരായി പ്രഖ്യാപിക്കുക. നിങ്ങൾ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ രാജ്യം ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുക. ഇതിനകം തന്നെ എത്രയോ കാലങ്ങളായി അമേരിക്ക ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു, കാനഡ പ്രഖ്യാപിച്ചു, പോളണ്ട് പ്രഖ്യാപിച്ചു, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചു. രാജ്യത്തെ നിരവധി രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനകം. ഈ ഹമാസ് ആരാണ്? ISIS പോലെ, താലിബാനെ പോലെ, ലഷ്കർ ഇ തോയ്ബയെ പോലെ ഒരു കണക്കിന് പറഞ്ഞാൽ അവരെക്കാളൊക്കെ ഭീകരന്മാരായിട്ടുള്ള കൊടും ഭീകരന്മാരാണ് ഈ ഹമാസുകാർ. നമുക്കറിയാം 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ ഒറ്റ ഉത്തരവാദിത്തം മതി ഈ ഹമാസിനെ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരന്മാരും നീചന്മാരും ഭീകരന്മാരുമായിട്ട് കണക്കാക്കാൻ. അത്തരക്കാരെയാണ് ഇന്ത്യ ഇതുവരെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താത്തത്. അതെന്തുകൊണ്ട്? നേരത്തെ ഉള്ള ഇന്ത്യയുടെ സർക്കാരുകളുടെ നയം അങ്ങനെയായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി നയം മാറ്റി. ഭീകരരുടെ പട്ടികയിൽ ഹമാസിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യ എടുത്ത നിലപാട് ധീരമായ നിലപാടാണത്. ഇസ്രായേലിനൊപ്പമാണ്. ഇന്ത്യ ഭീകരതയ്ക്കെതിരാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളൊന്നടങ്കം ഹമാസിന് വേണ്ടി കണ്ണീരണിഞ്ഞു. കേരളത്തിലെ തെരുവുകളിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷവും പ്രതിപക്ഷവും വലതുപക്ഷവും ഒക്കെ ഹമാസിന് വേണ്ടി തേരാപ്പാര പ്രകടനം നടത്തി, കണ്ണീരൊഴുക്കി. അപ്പോഴും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് വളരെ ശക്തമായിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യ തങ്ങളുടെ നിലപാട് ഒരിക്കൽ കൂടി തിരുത്താൻ പോവുകയാണ്. ഹമാസിനെ ഭീകര സംഘടനയായി ഇന്ത്യ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു. അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ റിപ്പോർട്ട് അനുകൂലമായി ലഭിച്ചിരിക്കുന്നു. ഇനി സർക്കാരിൻ്റെ ഔദ്യോഗികമായ അനൗൺസ്മെൻറ്റ് വന്നാൽ മതി. ഹമാസിനെ അധികം വൈകാതെ ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കും. ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഹമാസിനെ ഉൾപ്പെടുത്തും. അതിന് പിന്നാലെ ഹമാസിനെ പ്രണയിക്കുന്ന, ഹമാസിനെ സ്നേഹിക്കുന്ന എല്ലാ സുഡാപ്പികളെയും ഇന്ത്യൻ ഭരണകൂടം കൈകാര്യം ചെയ്യുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. മൊസാദ് കണ്ടെത്തിയ ഈ രഹസ്യ വിവരത്തിനൊപ്പമാണ് എത്രയും വേഗം ഇന്ത്യയിൽ ഹമാസിനെ നിരോധിക്കണമെന്നും അല്ലെങ്കിൽ ഹമാസ് പല പേരുകളിൽ പല രീതികളിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേരളമടക്കമുള്ള ഇടങ്ങളിൽ പിടിമുറുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഇന്ത്യക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം ചർച്ച ചെയ്തു എന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.